Good afternoon, all. Good afternoon, Miss. Good afternoon, Miss. Okay, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ഹോസ്പിറ്റൽ വാർഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരുന്നത് അല്ലേ? അപ്പൊ അതില് ഡെഫിനേഷൻ പറഞ്ഞു, പർപ്പസ്. ലാസ്റ്റ് വൺ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്ക് ആൻഡ് സെക്രട്ടറി. അവിടം വരെയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയില്ല? അതില് മൂന്നാമത്തെ പോയിന്റ് വരെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ, അവിടം വരെ ഓക്കെ ആണല്ലോ? വായിച്ചോ? ഡ്യൂട്ടീസിൽ ആ ഫസ്റ്റ് 3 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് 3 പോയിന്റ് ഒന്ന് വായിക്കാം. നമ്മൾ ലാസ്റ്റ് നിർത്തി വെച്ചിട്ടുണ്ടല്ലോ 3 പോയിന്റ്. ആ 3 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം. റിപ്പീറ്റ് ചെയ്യാട്ടോ, ഒന്ന് വായിച്ചു നോക്കാം നിങ്ങള്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്ക് ഓർ സെക്രട്ടറി. വാർഡിലെ ക്ലർക്കിന്റെയും സെക്രട്ടറിയുടെയും കോമൺ ആയിട്ടുള്ള ഡ്യൂട്ടീസ് ആണ് നമ്മൾ പറഞ്ഞത്. അതിൽ ഫസ്റ്റ് 3 നമ്മൾ പറഞ്ഞു. ജസ്റ്റ് ഒന്നും കൂടി വായിക്കാം. ഇനി ആരെങ്കിലും ക്ലാസ്സിൽ ഇല്ലാത്തവരോ അല്ലെങ്കിൽ മനസ്സിലാവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ പറഞ്ഞത് കമ്പൈലിംഗ് ആൻഡ് റെക്കോർഡിംഗ് മെഡിക്കൽ ചാർട്ട്സ്, റിപ്പോർട്ട്സ് ആൻഡ് കറസ്പോണ്ടൻസ്. റെക്കോർഡ് മെഡിക്കൽ ചാർട്ട്സുകളും റിപ്പോർട്ട്സുകളും നിർബന്ധമായിട്ടും ചെയ്യുക. കറസ്പോണ്ടൻസ്, കത്തിടപാടുകൾ കണ്ടിന്യൂ ചെയ്യുക. കസ്റ്റമേഴ്സ് നീഡ്സ് അസസ്മെന്റ്. കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ആരാ? കസ്റ്റമേഴ്സ് നമ്മുടെ ഹോസ്പിറ്റലിലെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? നമ്മൾ പറഞ്ഞല്ലോ, കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്. സോ പേഷ്യൻസിന്റെ നീഡ്സ് അസസ്മെന്റ് ചെയ്യുക, അവരുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യുക, വിലയിരുത്തുക. Then meeting quality standards for service. അവർക്ക് നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള സേവനങ്ങൾ കൊടുക്കുക. Then evaluation of customer satisfaction. Then അവരുടെ സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തിയെ ഇവാലുവേറ്റ് ചെയ്യുക. മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് provide support to healthcare staff and ensure appropriate maintenance of a patient care unit. ഹെൽത്ത് കെയർ സ്റ്റാഫിന് സപ്പോർട്ട് ചെയ്യുക, അതോടൊപ്പം തന്നെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പേഷ്യന്റ് കെയർ യൂണിറ്റിലോട്ട് ആവശ്യമായിട്ടുള്ള മെയിൻ്റനൻസുകൾ ചെയ്യുക. ഓക്കെ, അത്രയും 3 നമ്മൾ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് 4ാമത്തെ ഡ്യൂട്ടിയിലേക്ക് പോകാം. Administer efficient communication network and manage flow of traffic. Administer efficient communication network. അതായത് ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. എന്താ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ഒരു ആശയവിനിമയം അല്ലെ? ഇപ്പോ പേഷ്യൻസുകൾ തമ്മിലോ അല്ലെങ്കിൽ പരസ്പരം സ്റ്റാഫുകൾ തമ്മിലോ അല്ലെങ്കിൽ സ്റ്റാഫുകളെ പേഷ്യൻസിനോട് തമ്മിലൊക്കെയുള്ള അല്ലെങ്കിൽ ക്ലർക്കും സെക്രട്ടറിയൊക്കെ പേഷ്യൻസ് ഒക്കെ തമ്മിലുള്ളൊരു ആശയവിനിമയം, അതൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കുക. അതോടൊപ്പം തന്നെ മാനേജ് ഫ്ലോ ഓഫ് ട്രാഫിക്. ട്രാഫിക്കിന്റെ ഫ്ലോ വരുമ്പോൾ അതിനെ മാനേജ് ചെയ്യാമല്ലോ. ഒരു ഹോസ്പിറ്റൽ ട്രാഫിക് ഫ്ലോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്? മാനേജ് നോക്കി. ട്രാഫിക് ഫ്ലോ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും ഹോസ്പിറ്റലില്? നിങ്ങൾക്ക് ചിന്തിച്ചാൽ ഉണ്ടാവുകയുള്ള ആൻസർ. ഹോസ്പിറ്റലിൽ ട്രാഫിക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒന്നുമില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഹോസ്പിറ്റലിൽ ഒരു ട്രാഫിക് ഫ്ലോ ഒന്നും കിട്ടുന്നില്ല ആലോചിച്ചിട്ട്. ട്രാഫിക് ഫ്ലോ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലില് പേഷ്യൻസിന്റെ തിരക്ക്, അത്രേ ഉള്ളൂ. തിരക്ക് തന്നെ, തിരക്കാണോ എന്നല്ല, ആണ്. ഓക്കെ, ഹോസ്പിറ്റലിൽ നമ്മൾ വാഹനങ്ങളുടെ തിരക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുന്ന പേഷ്യൻസിന്റെ എണ്ണം അത് നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ മഴക്കാലമൊക്കെയാണ്, എല്ലാവർക്കും അസുഖങ്ങളും പനിയും അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ ചില സമയങ്ങളിൽ ഹോസ്പിറ്റലിൽ ഭയങ്കര തിരക്കായിരിക്കും അല്ലെ? നമ്മൾ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പോകുമ്പോൾ കാണാറുണ്ട്, ഡോക്ടറെ കാണാൻ നിൽക്കുന്ന ക്യൂ ചിലപ്പോൾ ഹോസ്പിറ്റലിന്റെ പുറത്ത് വരെയൊക്കെ ഉണ്ടാകുന്നു ഇല്ലേ? പ്രത്യേകിച്ച് ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ പോകുമ്പോഴേക്ക് നമ്മൾ കണ്ടിട്ടുണ്ടാകും അങ്ങനെ ക്യൂ. എത്രത്തോളം ക്യൂ ഉണ്ടാകും ഇല്ലേ? നമ്മൾ പോവാറില്ലേ?
നിങ്ങൾ ആരും പോകാറില്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിലും മറ്റു ഹോസ്പിറ്റലിലായാലും അല്ലെ, നമ്മൾ ഒത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ കാണും. സോ അങ്ങനെയുള്ള തിക്കും തിരക്കുകളൊക്കെ വരുമ്പോൾ അതിനെ മാനേജ് ചെയ്യാം. അത് ക്ലർക്കിന്റെയും സെക്രട്ടറിയുടെയും ഡ്യൂട്ടിയാണ്. Then provide assistance to all nurses and ensure appropriate cleanliness of all units. Assistance to all nurses. നഴ്സുമാർക്ക് അസിസ്റ്റൻസ് ചെയ്യാണ്. എന്താ അസിസ്റ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഹെൽപ്പ്, അവർക്ക് ആവശ്യമായിട്ടുള്ള ഹെൽപ്പ് ചെയ്തു കൊടുക്കുക. നഴ്സുമാർക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പം ensure appropriate cleanliness of all units. ഹോസ്പിറ്റലിന്റെ എല്ലാ യൂണിറ്റ്സുകളും അപ്രോപ്രിയേറ്റ് ആയിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടോ, വൃത്തിയുണ്ടോ, ക്ലീൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക. നഴ്സസിന് സഹായങ്ങൾ ചെയ്യാം. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലിന്റെ എല്ലാ യൂണിറ്റുകളും ക്ലീൻ ആണോ എന്ന് ചെക്ക് ചെയ്യും. നെക്സ്റ്റ് വൺ, മെയിൻറ്റെയിൻ ആൻഡ് അപ്ഡേറ്റ് പേഷ്യന്റ് ഡാറ്റാബേസ് on computers and notify nursing staff on all diagnosis. Maintain and update the patient database on computers. അല്ലേ? ഇത് നമുക്കറിയാം. നമ്മൾ ഇന്ന് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മളുടെ വിവരങ്ങളെല്ലാം ഡോക്ടറിന്റെ റൂമിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ റിസപ്ഷനിൽ ചെന്നു നമ്മളുടെ വിവരങ്ങൾ എങ്ങനെയാണ് അവർ രേഖപ്പെടുത്തുന്നത്? ഇപ്പോ രജിസ്റ്ററിലാണോ രേഖപ്പെടുത്തുന്നത്? അങ്ങനെയാണോ? നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എല്ലാം ഇപ്പൊ എന്താണ്, കമ്പ്യൂട്ടറൈസ്ഡ് ആണ് അല്ലേ? മുമ്പ് കുറച്ചും കൂടി പഴയ കാലഘട്ടം നോക്കുകയാണെങ്കിലേ, പഴയതല്ല കുറച്ച് കാലഘട്ടങ്ങൾക്ക് മുമ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ പേഷ്യന്റിനും ഓരോ ചാർട്ടൊക്കെ ഉണ്ടാവും. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഫയല് നൂലൊക്കെ കെട്ടി വെച്ചിട്ടുള്ള ഒരു ഫയല്, ഒരു ബ്രൗൺ കളറിലുള്ള ഒരു ഫയൽ ഉണ്ടാകും. നമ്മള് റിസപ്ഷനിൽ ചെന്നു, നമ്മളുടെ നമ്പർ പറയുമ്പോൾ എന്താണ്, ആ നമ്പർ നോക്കിയിട്ട് ആ ഫയലാണ് എടുത്തിട്ട് ഡോക്ടറിന്റെ റൂമിലേക്ക് കൊണ്ടുവന്നിരുന്നത്. ഓർമ്മയുണ്ടോ? ഫയലാണ്, ഫയലിംഗ് സിസ്റ്റം ഒക്കെ ഇരുന്ന് ഇല്ലേ? ഇപ്പൊ അങ്ങനെയാണോ? ഇപ്പൊ അങ്ങനെയുള്ള ഒരു ഫയലിംഗ് സംവിധാനം ഉണ്ടോ? ഇല്ല അല്ലേ? എന്നിട്ട് നമ്മള് പണ്ടെന്ന് പറയുന്നത് ഇതുപോലെ ഡോക്ടറുടെ റൂമിൽ ഫയൽ ഉണ്ടാവും. നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ വിവരങ്ങളൊക്കെ ഡോക്ടർ ഫയലിലാണ് രേഖപ്പെടുത്തുന്നത്. ദെൻ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ടെസ്റ്റിനോ അല്ലെങ്കിൽ ഫാർമസിയിലോ മെഡിസിൻ വാങ്ങിക്കണമെങ്കിൽ ഈ ഫയൽ ആ ഫാർമസിയിലോട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? ഇതെല്ലാം കമ്പ്യൂട്ടറിൽ ഡാറ്റാബേസ് ആയിട്ട് നമ്മുടെ പേഷ്യൻസിന്റെ വിവരങ്ങൾ വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോ ഡോക്ടേഴ്സ് ആയിട്ടുണ്ടെങ്കിലും ഫാർമസിയിലോട്ട് നേരിട്ട് ഡയറക്റ്റ് ആ പേഷ്യൻസിന്റെ ഏത് മെഡിസിൻ ആണോ ഡീറ്റെയിൽ ഒക്കെ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയിരിക്കുകയാണ് അല്ലേ? സോ മെയിൻറ്റെയിൻ ആൻഡ് അപ്ഡേറ്റ് പേഷ്യന്റ് ഡാറ്റാബേസ്. പേഷ്യൻസിന്റെ ഡാറ്റാബേസിനെ അപ്ഡേറ്റ് ചെയ്യും, സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നു. Then notify nursing staff on all diagnosis. എല്ലാ ഡയഗ്നോസിസ്, രോഗനിർണയങ്ങൾ, ചിലപ്പോൾ ടെസ്റ്റുകളുടെയൊക്കെ റിസൾട്ട് ഒക്കെ നേരിട്ട് ഡാറ്റാബേസിലായിരിക്കും ചെന്നിരിക്കുന്നത്. അപ്പൊ അത് നഴ്സുമാർ ഒന്ന് വിവരം അറിയിക്കാറ്. ഇപ്പോ എന്തെങ്കിലും സ്കാനിങ്ങിന്റെയോ മറ്റു റിപ്പോർട്ട്സുകളുടെയൊക്കെ റിപ്പോർട്ട്സുകൾ വന്നിരിക്കുന്നത് ചിലപ്പോൾ ഓൾറെഡി ഡാറ്റാബേസിലോട്ടായിരിക്കും. സോ നഴ്സുമാർ എന്ത് ചെയ്യുക? ഇൻഫോം ചെയ്യുക. Next one, coordinate with the various departments and ensure proper services and supplies of unit. Coordinate with the various departments. ഇപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഞാൻ പറഞ്ഞ ഹോസ്പിറ്റലിൽ തന്നെ ഒത്തിരി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. റിസപ്ഷനിൽ ഒത്തിരി സ്റ്റാഫുകളുണ്ട്, എക്സ്റേ ഡിപ്പാർട്ട്മെന്റിലുണ്ട്, സ്കാനിങ്ങിലുണ്ട്, ഓപ്പറേഷൻ തിയേറ്ററിൽ സ്റ്റാഫുകളുണ്ട്, ഫാർമസി, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് അടങ്ങുന്നതാണ് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. സോ ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ആയിട്ട് ഒരു കോർഡിനേഷൻ ഉണ്ടായിരിക്കണം എന്ന്. അപ്പൊ ഈ വാർഡുകൾക്കും സെക്രട്ടറിയും വാർഡിലെ കാര്യങ്ങൾ മാത്രമല്ല മറ്റു ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് ഒരു എന്താ പറയാ ഒരു സഹകരിച്ചിട്ട് പ്രവർത്തിക്കണം. Then ensure proper services. ആവശ്യമായിട്ടുള്ള സർവീസസുകൾ കൊടുക്കുക. Then supplies of unit. ഓരോ യൂണിറ്റിലോട്ടും അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിലോട്ടും അവിടേക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ സപ്ലൈസിനും എത്തിക്കുക. ഇതൊക്കെയാണ് വാർഡ് ക്ലർക്കും സെക്രട്ടറിയും ചെയ്യുന്നത്. അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ മാത്രമല്ല മറിച്ച് മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുകയും ചെയ്യാം. അവർക്ക് വേണ്ടുന്ന സർവീസസ് കൊടുക്കുക, ആവശ്യമായിട്ടുള്ള സപ്ലൈസും കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആണോ ഞാൻ പറഞ്ഞു പോകുന്നത്? ഓക്കെ ആണോ? റെസ്പോൺസ് ഒന്നും കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചാണ് കേട്ടോ. നിങ്ങൾ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അതുകൊണ്ടാണ് നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് പറഞ്ഞു പോകുന്നത്. എവിടെയെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. സ്പീഡ് ഓക്കെ ആണോ? നിങ്ങൾക്ക് ഇനി ബുദ്ധിമുട്ടാകുന്നത് വരുന്ന സ്പീഡ് കുറച്ചാണ് പറയുന്നത്, ഒരുപാട് സ്പീഡിൽ പറഞ്ഞു പോകുന്നില്ല. ഇപ്പൊ ഓക്കെ ആണോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോൾ ഈ
സ്പീഡ് കൂടിയിട്ട് ഫോളോ ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് സ്പീഡ് ഇത്തിരി കുറച്ചിട്ടുണ്ട്. ഓക്കെ ആണ് ഇപ്പോ ഇങ്ങനെ ഒരു നോർമൽ സ്പീഡിൽ പോയാൽ പോലെ. ഓക്കെ, ഫോർത്ത് പോയിന്റ് പറയാം. ഫോർത്ത് പോയിന്റ് പറഞ്ഞത് എഫിഷ്യന്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണമെന്ന്. അതായത് ഈ വാർഡ് ക്ലർക്കും സെക്രട്ടറിയും പേഷ്യൻസിനോടാണെങ്കിലും മറ്റ് സ്റ്റാഫുകളോടും നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണമെന്ന്. അതായത് നമ്മൾക്ക് പേഷ്യൻസിനായാലും എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനോ നമ്മുടെ കാര്യങ്ങൾ തുറന്നു പറയാനായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കുക. അതോടൊപ്പം തന്നെ മാനേജ് ഫ്ലോ ഓഫ് ട്രാഫിക്. ട്രാഫിക്കിലൂടെ ഉദ്ദേശിക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുന്ന പേഷ്യൻസിന്റെ തിരക്ക്. ചില സമയങ്ങളിൽ എപ്പോഴും തിരക്കാണെന്നില്ല, എങ്കിലും ചില സമയങ്ങളിൽ ഭയങ്കര തിരക്കായിരിക്കും അല്ലെ. ഈ തിരക്ക് വരുമ്പോൾ അവിടെ അപ്പോ എന്താണ് പേഷ്യൻസ് ക്യൂ നിൽക്കുമ്പോൾ പ്രശ്നങ്ങൾ വരും, അങ്ങനെയുള്ള മറ്റു ഒത്തിരി പ്രശ്നങ്ങളൊക്കെ വരും അല്ലേ. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ആ തിരക്ക് വരുമ്പോൾ അതിലൊന്ന് മാനേജ് ചെയ്യുക. അത്രയുള്ള നാലാമത്തെ പോയിന്റില് വേർഡ്സ് ഇത്തിരി കട്ടിയായിട്ട് തന്നിരിക്കുന്നത് മാത്രം, കാര്യം സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. നെക്സ്റ്റ് നോക്കാം, ഞാൻ പറയാം കേട്ടോ, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യാം, മതിയോ? അല്ലെങ്കിൽ നമ്മുടെ ഞാൻ വായിച്ച ഫ്ലോ അങ്ങോട്ട് പോകും. ഓക്കെ, ആ ഒരു ഫ്ലോയിൽ മീൻസ് കുറച്ച് പോയിന്റ്സും കൂടി ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് മീൻസ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ടോട്ടൽ എല്ലാ പോയിന്റ്സും ഒരു പ്രാവശ്യം കൂടി പറഞ്ഞുതരാം. ഓക്കെ, സോ എവിടെ വരെയാണ് നമ്മൾ കോർഡിനേറ്റ്? ഓക്കെ, നമ്മൾ വായിക്കുമ്പോൾ ചിലപ്പോൾ ആ ഫ്ലോ വിട്ടു പോകും. അതാണ് കേട്ടോ, റിപ്പീറ്റ് ചെയ്യാം. Prepare and update the patient charts with ancillary reports and forms from various departments. Prepare and update the patient charts. Patients in the charts update ചെയ്യുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം അല്ലേ. അപ്ഡേറ്റ് ചെയ്യുക, then റിപ്പോർട്ട്സ് ചെയ്യണം with ancillary reports. ഡീറ്റെയിൽസ് ancillary reports forms and from various departments. അതായത് മറ്റു ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നൊക്കെ പേഷ്യൻസിന്റെ വിവരങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ശേഖരിച്ചുകൊണ്ട് പേഷ്യൻസിന്റെ ചാർട്ട് തയ്യാറാക്കുക, റിപ്പോർട്ട്സ് തയ്യാറാക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ പേഷ്യൻസിന്റെ എന്താണ് സ്കാനിങ് റിപ്പോർട്ടോ അല്ലെങ്കിൽ ലാബ് റിസൾട്ടോ അങ്ങനെ റിപ്പോർട്ട്സുകളൊക്കെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും ഡീറ്റെയിൽസ് കളക്ട് ചെയ്തുകൊണ്ട് പേഷ്യൻസിന്റെ ചാർട്ട്സ് തയ്യാറാക്കുക. നെക്സ്റ്റ് വൺ, maintain discharge summary reports for all patients and keeps records of all patients and send medical record to MRD after discharge of patient. Patient discharge ചെയ്യുമ്പോൾ ആ ഡിസ്ചാർജ് സമ്മറി മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നത് ഈ സെക്രട്ടറി ഓഫ് ക്ലർക്ക് ആയിരിക്കും. ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത് മനസ്സിലായോ? നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഒക്കെ ആയിട്ട് അഡ്മിറ്റഡ് ആയി ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ ചെറിയൊരു കാർഡ് പോലെ ആയിരിക്കും ഡിസ്ചാർജ് സമ്മറി എന്ന് പറഞ്ഞത്. കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിലേക്ക് ഉണ്ടാകും, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഡിസ്ചാർജ് ആയിട്ട് പോകുന്നതിന് കുറെ പേപ്പറും കാര്യങ്ങളൊക്കെ തരില്ലേ. അപ്പൊ അതിൽ ചെറിയൊരു കാർഡ് പോലെ ഉണ്ടാവും ഡിസ്ചാർജ് സമ്മറി എന്ന് പറഞ്ഞിട്ട്. ഒന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യണേ, മീൻസ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ നെക്സ്റ്റ് ദിവസം അടുത്ത ദിവസം വരുമ്പോൾ ഞാൻ ചോദിക്കാം കേട്ടോ, ഡിസ്ചാർജ് സമ്മറി ഒന്ന് നോക്കണേ. നോക്കില്ലേ രാവിലെ? അതിനകത്ത് എന്തൊക്കെയുള്ളത്? ഇനി നമുക്ക് ഹോസ്പിറ്റലിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് അല്ലെ. നമ്മളുടെ അറിവില് വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് ചിലപ്പോൾ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ളത്, ഇതൊക്കെ നമ്മൾക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഓക്കെ, അപ്പൊ കുഞ്ഞു കുഞ്ഞു ഇങ്ങനെ വർക്കുകളൊക്കെ തരാം കേട്ടോ. എല്ലാവരും ഡിസ്ചാർജ് സമ്മറി കയ്യിലുള്ളവര് വീട്ടിലുണ്ടെങ്കിൽ പഴയ ഡിസ്ചാർജ് സമ്മറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കി വെക്കാം. ഓക്കെ ആണല്ലോ? അടുത്ത ദിവസത്തേക്ക് ഒരു ടാസ്ക് ആയി ഇരുന്നോട്ടെ അല്ലെ. ഞാൻ ചോദിക്കാം, ഡിസ്ചാർജ് സമ്മറി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, അതില് നമ്മൾക്ക് അതുവരെ അവിടെ അഡ്മിറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള മെഡിസിൻസ് തന്നിട്ടുള്ളത്, ഇഞ്ചക്ഷൻസ്, ആ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് മൊത്തം അതിലുണ്ടാകും. ട്രീറ്റ്മെന്റ്സിന്റെ വിവരങ്ങളും ഇഞ്ചക്ഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളും ടെസ്റ്റ് റിസൾട്ടുകളും ഡോക്ടേഴ്സിന്റെ നെയിമും ഫുൾ ഡീറ്റെയിൽസ് ആയിരിക്കും ഈ ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത്. സോ ഈ ഡിസ്ചാർജ് സമ്മറി മെയിൻറ്റെയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ സെൻഡ് മെഡിക്കൽ റെക്കോർഡ്സ്, പേഷ്യൻസിന്റെ ആ ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് MRBയിലോട്ട് അയച്ചു കൊടുക്കുക. എന്താണ് MRB എന്ന് പറയുന്നത്? അണ്ടർലൈൻ ചെയ്യാം, എക്സാമിന് ചോദിക്കാറുണ്ട്. MRB ഫുൾ ഫോം എന്താണ്? നിങ്ങൾക്ക് അറിയാമല്ലോ, കുറച്ച് പേർക്കെങ്കിലും അറിയാം. MRB മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. ഇതൊരു മെഡിക്കൽ റെക്കോർഡ്സിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ഈ പേഷ്യൻസിന്റെ റെക്കോർഡ്സിന്റെ കാര്യങ്ങളൊക്കെ അവിടെയാണ് സൂക്ഷിക്കുന്നത്. എഴുതി വെക്കാം കേട്ടോ, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് MRD. എളുപ്പമല്ലേ? ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ, കൊച്ചുകുട്ടികളല്ലോ. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്.
എഴുതി വെച്ചോ, അണ്ടർലൈൻ ചെയ്യണേ, എക്സാമിൽ ചോദിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കാം. Administer medical records for all physicians and medical staff. Administer medical records for all physician and medical staff. എല്ലാ ഫിസിഷ്യന്മാർക്കും മെഡിക്കൽ സ്റ്റാഫുകൾക്കും മെഡിക്കൽ റെക്കോർഡ്സുകൾ കൊടുക്കുക. അതോടൊപ്പം തന്നെ എന്താണ്, ആൻഡ് മെയിൻറ്റെയിൻ റെക്കോർഡ് ഓഫ് അറ്റൻഡൻസ്. ഈ മെഡിക്കൽ റെക്കോർഡിലെ സ്റ്റാഫുകൾ അവരുടെ അറ്റൻഡൻസും ഹാജറുകളും രേഖപ്പെടുത്തണം. പേഷ്യൻസിന്റെ അറ്റൻഡൻസും കാര്യങ്ങളും വിവരങ്ങളൊക്കെ അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കണം. Monitor all emergency calls and evacuate facilities when required. മോണിറ്റർ ചെയ്യാന്ന് വെച്ചാൽ നിരീക്ഷിക്കുക, കോള് വരുമ്പോൾ അറ്റൻഡ് ചെയ്യാന്നൊക്കെ പറയില്ലേ. എമർജൻസി ആയിട്ടുള്ള കോൾസ് വരുമ്പോൾ മോണിറ്റർ ചെയ്യുകയും അറ്റൻഡ് ചെയ്യുക. ഇവാക്യുവേറ്റ് ഫെസിലിറ്റീസ് വെൻ റിക്വയർഡ്. എന്ത് ഇവാക്യുവേറ്റ് എന്ന് വെച്ചാൽ ഇവാലുവേറ്റർ ആണോ, ഇവാക്യുവേറ്റ് ആണ്. ഇവാക്യുവേറ്റ് എലിമിനേറ്റ് ചെയ്യാന്ന്, അതായത് അനാവശ്യമായിട്ടുള്ള കോളുകൾ വരുമ്പോൾ അതിന് നമുക്ക് ഒഴിവാക്കാന്ന്. ഇവാക്യുവേറ്റ് മീൻസ് ഒഴിവാക്കുക. അറിയില്ലാത്തവരാണെങ്കിൽ ഒന്ന് മുകളിൽ എഴുതി വെച്ചോളൂ. നാളെ നിങ്ങൾ വായിക്കുമ്പോൾ ചിലപ്പോ അവിടെ എന്താണ് മീനിങ് എന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ ഓരോ നമ്മൾ പുതിയ പുതിയ വാക്കുകൾ കാണുമ്പോൾ നിങ്ങൾ അപ്പൊ തന്നെ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. മുകളിൽ തന്നെ എഴുതി വെച്ചോളൂ നിങ്ങളുടെ ടെക്സ്റ്റില്. ഓക്കെ, അപ്പൊ മോണിറ്റർ ഓൾ എമർജൻസി കോൾസ്. എമർജൻസി ആയിട്ട് വരുന്ന കോൾസുകളൊക്കെ എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യുകയും then evacuate facilities when required. മീൻസ് ആവശ്യമില്ലാത്ത കോൾസ് ആണെങ്കിൽ നമുക്ക് അതിനെ ഇവാക്യുവേറ്റ് ചെയ്യാം. Then last one, placing doctors visit, ECG, echo, etc. in medical record. പേഷ്യന്റിന്റെ ഡോക്ടറെ വിസിറ്റ് ചെയ്യുന്നതും ECG ഒക്കെ എടുക്കുന്നുണ്ടെങ്കിലും അതുപോലെ എക്കോ ECG ഒക്കെ പോലുള്ള ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം മെഡിക്കൽ റെക്കോർഡിൽ എഴുതിയിരിക്കണം. മെഡിക്കൽ റെക്കോർഡിൽ ചേർക്കണമെന്ന് ഡോക്ടേഴ്സ് വിസിറ്റിംഗ് വരുമ്പോൾ ചോദിക്കുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽസും ECG അല്ലെങ്കിൽ എക്കോ പോലുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ മെഡിക്കൽ റെക്കോർഡ്സിൽ രേഖപ്പെടുത്തണം. ഓക്കെ, ഇത്രയുമാണ് ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്ക് ഓർ സെക്രട്ടറി പറയുന്നത്. ഒരു പ്രാവശ്യം കൂടി വായിക്കാം, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. എവിടെയെങ്കിലും മനസ്സിലാവാറുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ, compiling and recording medical charts, reports and correspondence. മെഡിക്കൽ ചാർട്ട്സുകളും റിപ്പോർട്ട്സും കറസ്പോണ്ടൻസ് ഒക്കെ നിർബന്ധമായിട്ട് ചെയ്യുക. കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ കത്തിടപാടുകൾ, അതായത് മെയിൽസ് ഒക്കെ വരുമ്പോൾ അതിന് റിപ്ലൈസ് ഒക്കെ കൊടുക്കുക. സെക്കൻഡ് വൺ, കസ്റ്റമേഴ്സ് നീഡ് അസസ്മെന്റ്, meeting quality standard for services and evaluation of customer satisfaction. കസ്റ്റമേഴ്സിന്റെ ആവശ്യം, കസ്റ്റമർ മീൻസ് പേഷ്യന്റ്, പേഷ്യന്റിന്റെ ആവശ്യങ്ങളെ വിലയിരുത്തുക, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സർവീസ് കൊടുക്കുക, നിങ്ങളുടെ സംതൃപ്തി ഇവാലുവേറ്റ് ചെയ്യുക. മൂന്നാമതായിട്ട് പറയുന്നത് പ്രൊവൈഡ് സപ്പോർട്ട് ടു ഹെൽത്ത് കെയർ സ്റ്റാഫ് ആൻഡ് എൻഷുർ അപ്രോപ്രിയേറ്റ് മെയിൻ്റനൻസ് ഓഫ് എ പേഷ്യന്റ് കെയർ യൂണിറ്റ്. ഹെൽത്ത് കെയർ സ്റ്റാഫിന് ഒരു സപ്പോർട്ട് കൊടുക്കുക, അതോടൊപ്പം തന്നെ അപ്രോപ്രിയേറ്റ് പേഷ്യന്റ് കെയർ യൂണിറ്റില് ആവശ്യമായിട്ടുള്ള മെയിൻ്റനൻസുകളും ചെയ്യുക. നാലാമതായിട്ട് പറയുന്നത് ഡ്യൂട്ടി, അഡ്മിനിസ്റ്റർ എഫിഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ആൻഡ് മാനേജ് ഫ്ലോ ഓഫ് ട്രാഫിക്. എഫിഷ്യന്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കുക. then പേഷ്യൻസിന്റെ തിരക്ക് വരുമ്പോൾ അവരെ മാനേജ് ചെയ്യുക. Provide assistance to all nurses and ensure appropriate cleanliness of all units. അസിസ്റ്റ് ചെയ്യുക, നഴ്സസിനെ ഹെൽപ്പ് ചെയ്യുക, അതോടൊപ്പം തന്നെ എല്ലാ യൂണിറ്റ്സും ഹോസ്പിറ്റലിൽ എല്ലാ യൂണിറ്റ്സും ക്ലീൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക. Maintain and update the patient database on computers and notify nursing staff on all diagnosis. പേഷ്യൻസിന്റെ റെക്കോർഡ്സുകൾ അപ്ഡേറ്റ് ചെയ്യുക, ഡാറ്റാബേസുകൾ മറ്റും കമ്പ്യൂട്ടറിൽ അപ്ഡേറ്റ് ചെയ്യുക. Then ടെസ്റ്റ് മറ്റ് ഡയഗ്നോസിസ് രോഗനിർണയങ്ങളുടെ റിസൾട്ടുകൾ ഉണ്ടെങ്കിൽ അത് നഴ്സിംഗ് സ്റ്റാഫിനെ അറിയിക്കുക. Coordinate with the various departments and ensure proper services and supplies of units. മറ്റ് ഡിപ്പാർട്ട്മെന്റ്സുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കാം. അതോടൊപ്പം തന്നെ ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ കൊടുക്കുക. ഓരോ യൂണിറ്റിലോട്ടും അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്ലൈസുകൾ കൊടുക്കുക. Prepare and update patient charts with ancillary reports and forms from various departments. ഇപ്പോ സ്കാനിങ് അല്ലെങ്കിൽ എക്സ്റേ പോലുള്ള ഡിപ്പാർട്ട്മെന്റ്സുകളിൽ നിന്ന് പേഷ്യൻസിന്റെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് അവരുടെ ചാർട്ട് അപ്ഡേറ്റ് ചെയ്യുക. Then maintain discharge summary,
reports for all patients and keeps records of all patients. Then send medical records to MRB. Medical records medical discharge summary keep ചെയ്യുക അത് MRB യിലോട്ട് അയക്കുക. Then administer medical record for all physician and medical staff. എല്ലാ ഫിസിഷ്യന്മാർക്കും മെഡിക്കൽ സ്റ്റാഫുകൾക്കും റെക്കോർഡ്സ് കൊടുക്കുക. Then attendance രേഖപ്പെടുത്തുക. Monitor all emergency calls and evacuate facilities when required. എല്ലാ കോൾസുകളും എമർജൻസി ആയിട്ടുള്ള കോളുകൾ അറ്റൻഡ് ചെയ്യുക. Then evacuate ചെയ്യേണ്ട കോൾസ് ആണെങ്കിൽ അതിനെ നമ്മൾ ഒഴിവാക്കാം. Then last one, placing doctors visit, ECG, echo, etc. in medical record. ഡോക്ടേഴ്സിന്റെ വിസിറ്റും ECG, echo പോലുള്ള പ്രൊസീജിയേഴ്സ് മെഡിക്കൽ റെക്കോർഡിൽ രേഖപ്പെടുത്തുക. ക്ലിയർ ആയോ ഡ്യൂട്ടീസ്? ഓക്കെ ആണോ? ഓക്കെ, ചില മഴയൊക്കെ ഉണ്ട്, റേഞ്ചിന്റെ പ്രശ്നമുണ്ട്. ഓക്കെ, റെക്കോർഡ് ക്ലാസ്സുകളൊന്നും കാണുക. അങ്ങനെ മിസ്സുകളുടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, റെക്കോർഡ് ക്ലാസ് കാണാം കേട്ടോ. ചില ഇടങ്ങളിലൊക്കെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്, റേഞ്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകും അല്ലേ? ഓക്കെ ആണോ ഡ്യൂട്ടീസ്? കുറച്ച് പോയിന്റ്സ് അധികം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ റിപ്പീറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ കുറച്ചെങ്കിലും പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ, ഒരു പ്രാവശ്യം അത് വായിച്ചു നോക്കിയേ. ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്ക് ആൻഡ് സെക്രട്ടറി വായിച്ചു നോക്കാം കേട്ടോ. ഇത് ബൈ ഹാർട്ട് ചെയ്യാനൊന്നും ഞാൻ പറയുന്നില്ല, മനസ്സിലാക്കി പഠിക്കാം കേട്ടോ എല്ലാ കാര്യങ്ങളും. ഓരോ പോയിന്റ് വായിക്കുമ്പോൾ അത് മനസ്സിലാക്കി വായിച്ചു പോയാൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കുറച്ച് പോയിന്റ്സ് അധികം ഉണ്ടെന്നുള്ളൂ, പക്ഷെ മനസ്സിലാക്കിയാൽ സിമ്പിൾ ആണ് കേട്ടോ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പോയിന്റ്സ് നമുക്ക് കാണുമ്പോൾ ഒരുപാട് പോയിന്റ്സ് പോലെ തോന്നും. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? എല്ലാ പോയിന്റ്സും വായിച്ചോ ഡ്യൂട്ടീസ്? കംപ്ലീറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് വായിക്കുക കേട്ടോ. കംപ്ലീറ്റ് ചെയ്തല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്ത ഭാഗത്തേക്ക് പോകാം. ക്ലിയർ ആണല്ലോ ഡ്യൂട്ടീസ്? MRB ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, എക്സാമിൽ ചോദിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ നമ്മള് വാർഡ് ക്ലർക്കോ സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് ആണ് കണ്ടത്. ഇനി നമ്മൾ നെക്സ്റ്റ് അടുത്തൊരു വ്യക്തിയെ പരിചയപ്പെടാൻ പോകുന്നത് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ഓർ ഫ്ലോർ മാനേജർ. വാർഡിനുള്ളിലുള്ള ആളുകളാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ ഏതാണ്? ഹോസ്പിറ്റൽ വാർഡല്ലേ. സോ വാർഡിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. സോ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ഓർ ഫ്ലോർ മാനേജർ. അപ്പോ ഈ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിന്റെയും ഫ്ലോർ മാനേജറുടെയും കോമൺ ആയിട്ടുള്ള ഡ്യൂട്ടീസും കാര്യങ്ങളും ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കുക, a patient care executive is a professional who is specialized in helping people who are recovering from diseases or disability. Underline ചെയ്യാം കേട്ടോ. ഞാൻ വായിച്ച സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് a patient care executive is a professional who is specialized in
helping people who are recovering from diseases or disability. Underline ചെയ്തോ? Okay. അപ്പോ ഫസ്റ്റ് വൺ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്. ഈ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അദ്ദേഹം ചെയ്യുന്നത്? ആ പേരിൽ തന്നെ ഉണ്ടല്ലോ. എന്തായിരിക്കും പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ചെയ്യുന്നത്? എന്തൊക്കെയായിരിക്കും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്? ആലോചിച്ച് നോക്കിയേ. ടെക്സ്റ്റിൽ വായിക്കൊന്നും വേണ്ട, അല്ലാതെ തന്നെയാ പേരിൽ തന്നെയുണ്ടല്ലോ. പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോ എന്തൊക്കെയായിരിക്കും അദ്ദേഹം ചെയ്യുന്നത്? ഒന്നുമില്ല. പേരൊന്ന് വായിച്ചു നോക്കി നിങ്ങൾ. പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോ എന്താണ് അധികം നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? പേഷ്യന്റിനെ കെയർ ചെയ്യുന്നയാളോ ഇല്ലേ? അത്രയേ ഉള്ളൂ. അതായത് മാനേജിങ് പേഷ്യന്റ് കെയർ ആക്ടിവിറ്റീസ്, പേഷ്യൻസിനെ മാനേജ് ചെയ്യുന്ന കെയറിങ് ചെയ്യുന്ന ആക്ടിവിറ്റീസുകൾ ചെയ്യുന്ന ഒരു വ്യക്തി ഇല്ലേ? നോക്കാം. ഇനി ഫ്ലോർ മാനേജർ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും ഫ്ലോർ മാനേജർ? ഈ ഹോസ്പിറ്റലിൽ മാത്രമാണോ ഫ്ലോർ മാനേജർ ഉള്ളത്? നിങ്ങൾ മറ്റെവിടെയെങ്കിലും ഫ്ലോർ മാനേജർ കേട്ടിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഫ്ലോർ മാനേജർ ഹോസ്പിറ്റലിൽ മാത്രമാണോ? അല്ലാതെ മറ്റെവിടെയെങ്കിലും ഫ്ലോർ മാനേജർ കേട്ടിട്ടുണ്ടോ? കമന്റ് ചെയ്യാൻ പറ്റുന്നത്. ഫ്ലോർ മാനേജർ എവിടെയെങ്കിലും പരിചയമുണ്ടോ? ഫ്ലോർ മാനേജർ ഇല്ല. നിങ്ങൾ ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ പോവാറില്ലേ? ടെക്സ്റ്റൈൽ ഷോപ്പുകള്, ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ഉണ്ട്. ഓക്കെ, ഏറ്റവും ഫസ്റ്റ് എക്സാമ്പിൾ പറയാനുണ്ടോ? നമ്മള് ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ പോകുമ്പോ അവിടെ ഓരോ ഫ്ലോറില്, ഫസ്റ്റ് ഫ്ലോറിൽ കിഡ്സ് വെയർ ആയിരിക്കും, സെക്കൻഡ് ഫ്ലോറില് വുമൻസിന്റെ അല്ലെങ്കിൽ മെൻസ് വെയർ, അങ്ങനെ ഓരോ ഫ്ലോറുകൾ ഉണ്ട് അല്ലേ? ഓരോ ഫ്ലോറിലും ഓരോ സെക്ഷൻ ആയിരിക്കും. സോ ഈ ഓരോ ഫ്ലോറിലും ഓരോ ഫ്ലോർ മാനേജർ ഉണ്ടാവും, മാൾസിൽ ഉണ്ടാവും അല്ലേ? അപ്പോ ആ ഫ്ലോർ മാനേജർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അപ്പൊ അദ്ദേഹം ചെയ്യുന്നത്? എന്തായിരിക്കും ഇരിക്കുന്ന ഫ്ലോർ, ഏത് ഫ്ലോറിലാണ്? ഇപ്പോ സെക്കൻഡ് ഫ്ലോറിലായിരിക്കും അദ്ദേഹം ഫ്ലോർ മാനേജർ. ആ ഫ്ലോറിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും സൂപ്പർവൈസ് ചെയ്യുക, അവിടത്തെയുള്ള പ്രവർത്തനങ്ങളെയൊക്കെ എന്താണ് ഒന്ന് മേൽനോട്ടം വഹിക്കുന്നതായിരിക്കും ഫ്ലോർ മാനേജർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? രണ്ടുപേരും ആരാണെന്ന്? പേഷ്യന്റ് കെയർ എന്ന് പറയുന്നത് പേഷ്യൻസിന്റെ കെയർ ചെയ്യുന്ന ആള്, അതായത് പേഷ്യൻസ് കെയറും അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന, പേഷ്യൻസിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഫ്ലോർ മാനേജർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ വാർഡില്, ഇപ്പൊ വാർഡ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഫ്ലോറിലാണ് വാർഡ് തിരിക്കട്ടെ, ആ വാർഡിലുള്ള അല്ലെങ്കിൽ ആ ഫ്ലോറിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന വ്യക്തിയാണ് ഫ്ലോർ മാനേജർ. അപ്പൊ ഇവരുടെ ഡ്യൂട്ടീസ്, ഇവർക്ക് രണ്ടുപേർക്കും ഡ്യൂട്ടീസ് ഒക്കെ ഉണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലിയർ ആയോ? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവും ഫ്ലോർ മാനേജറും ഇവരുടെ രണ്ടുപേരുടെയും കോമൺ ആയിട്ടുള്ള ഡ്യൂട്ടീസ് നോക്കാം. അണ്ടർലൈൻ ചെയ്തോ? ആദ്യത്തെ ആ ഒരു സെന്റൻസ് ചെയ്തോ? എല്ലാവരും പറഞ്ഞിരുന്നോ? ഓക്കെ, ഇനി ഇപ്പൊ പേഷ്യന്റ് കെയർ എന്താണെന്നുള്ളൊരു അത് കിട്ടിയിട്ടുണ്ടല്ലോ. നോക്കാം. പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ഇസ് എ പ്രൊഫഷണൽ. അദ്ദേഹം ഒരു പ്രൊഫഷണൽ ആണല്ലോ. ഹു ഈസ് സ്പെഷ്യലൈസ്ഡ് ഇൻ ഹെൽപ്പിംഗ് പീപ്പിൾ. അദ്ദേഹം പീപ്പിളിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞില്ലേ? കെയർ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. Who are recovering from diseases or disability. Recovering from diseases, ഇപ്പൊ രോഗങ്ങൾ, ഡിസീസസിൽ നിന്ന് റിക്കവറി ആയിട്ടുള്ളവരെയും ഡിസബിൾ മറ്റു വൈകല്യങ്ങൾക്കുള്ളവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, അതായത് പേഷ്യന്റിനെ മാനേജിങ് പേഷ്യന്റ് കെയർ ആക്ടിവിറ്റീസ്, പേഷ്യൻസിന് വേണ്ടുന്ന പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്ന വ്യക്തിയാണ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്. കുറച്ചുകൂടി അത് മോഡിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നത് മാത്രം. ഓക്കെ, ഒരു പ്രാവശ്യം വായിക്കാൻ അണ്ടർലൈൻ ചെയ്യാം. പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ഈസ് എ പ്രൊഫഷണൽ who is specialized in helping people who are recovering from diseases or disability. Disability ആയിട്ടുള്ളതോ ഡിസീസസ് ആയിട്ടുള്ളവരെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന, അതായത് പേഷ്യൻസ് കെയർ കൊടുക്കുന്ന ഒരു വ്യക്തി. He or she monitors the performance of a patient care services, compares it to government agency standards and make adjustments if necessary. അദ്ദേഹം പെർഫോമൻസ് ഓഫ് പേഷ്യന്റ് കെയർ സർവീസസ് മോണിറ്റർ ചെയ്യുന്നത്, അതായത് പേഷ്യൻസിന് പരിചരണം കെയർ കൊടുക്കുന്നു, അതോടൊപ്പം തന്നെ പേഷ്യൻസിന് കൊടുക്കുന്ന സേവനങ്ങൾ അതിനെല്ലാം മോണിറ്റർ ചെയ്യുന്നു. സേവനങ്ങൾ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിലെ പേഷ്യൻസിന് കൊടുക്കുന്ന സേവനങ്ങൾ ഏതൊക്കെയാണ്? എക്സാമ്പിൾ പറയാമോ സേവനങ്ങള്?
പേഷ്യന്റ് കെയർ സർവീസസ് ഏതൊക്കെയാണ് എക്സാമ്പിൾ പറയാൻ പറ്റുന്നത്? പേഷ്യന്റ് കെയർ സർവീസസ് എക്സാമ്പിൾ ഒന്നും ചെയ്യാം. എന്തൊക്കെയാണ് നമ്മൾ പേഷ്യൻസിന് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്? നമുക്കൊരു സേവനം ലഭിക്കാറില്ലേ? എന്തൊക്കെ സേവനങ്ങളാണ് നമുക്ക് ലഭിക്കാം? അവിടെ നല്ല എക്യുപ്മെന്റ്സുകൾ ഉണ്ടോ? അല്ലേ? ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ? അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടോ? കിടക്കാനുള്ള കട്ടിലും ഇരിക്കാനുള്ള ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇൻഫ്രാസ്ട്രക്ചർ അതുപോലെ തന്നെ എന്താണ് എക്യുപ്മെന്റ്സുകൾ ഉണ്ടോ? മറ്റ് പ്രൊസീജിയേഴ്സ് ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? മെഡിസിൻ ഉണ്ടോ? അല്ലെങ്കിൽ ക്വാളിറ്റി ആയിട്ടുള്ള വസ്തുക്കളാണോ നമുക്ക് ലഭിക്കുന്നത്? ഇല്ലേ? ഇങ്ങനെയുള്ള സേവനങ്ങൾ സർവീസസുകൾ പേഷ്യൻസിന് ലഭിക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം മോണിറ്റർ ചെയ്യുന്നു. Then compares it to government agency standard. ഗവൺമെന്റ് ഏജൻസി സ്റ്റാൻഡേർഡ് മീൻസ് നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഗുണനിലവാരമുള്ള സേവനങ്ങളാണോ നമുക്ക് ലഭിക്കുന്നത് എന്ന് വിലയിരുത്തിക്കൊണ്ട് മേക്സ് അഡ്ജസ്റ്റ്മെന്റ് ഇഫ് നെസസറി. ആവശ്യമെങ്കിൽ അവിടെ അഡ്ജസ്റ്റ്മെന്റ്സ് നടത്തുന്നത്. അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും കുറവാണ് ആ ഹോസ്പിറ്റലിൽ നോക്കുമ്പോൾ അത്യാവശ്യം പേഷ്യൻസ് വരുമ്പോൾ ഓക്കെ റേഞ്ചിന്റെ പ്രോബ്ലം കാറ്റും മഴയൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ നെക്സ്റ്റ് റെക്കോർഡ് ക്ലാസ് കാണാം കേട്ടോ. അങ്ങനെയുള്ളവർ കുഴപ്പമില്ല, ലെഫ്റ്റ് ആയിക്കോളൂ, പ്രോബ്ലം ഇല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോ അദ്ദേഹം എന്ത് ചെയ്യുന്നു? പേഷ്യൻസ് കെയർ സർവീസസ് പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്ന സേവനങ്ങളൊക്കെ മോണിറ്റർ ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും ഇപ്പൊ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു? അഡ്ജസ്റ്റ്മെന്റ്സുകൾ വരുത്തുന്നു. ഓക്കെ, ക്ലിയർ ആയോ? എന്താണ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്? ഓക്കെ ആണോ എല്ലാവരും? ഒന്ന് വായിച്ചു നോക്കി, ഒരു പ്രാവശ്യം ഒന്ന് വായിക്കാം കേട്ടോ. പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് അണ്ടർലൈൻ ചെയ്ത ഭാഗം പ്രത്യേകം വായിക്കുക. ഒന്ന് വായിച്ചു നോക്കുക എല്ലാവരും. ഒരു പ്രാവശ്യം വായിച്ച ഫസ്റ്റ് പാരഗ്രാഫ്. പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ആണ്. പീപ്പിളിനെ ഹെൽപ്പ് ചെയ്യുന്നു, പേഷ്യൻസിന് കെയർ കൊടുക്കുന്നു, പേഷ്യൻസിന് കൊടുക്കുന്ന സേവനങ്ങളെ മോണിറ്റർ ചെയ്തുകൊണ്ട് അതിന് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ അതിനകത്ത്. ക്ലിയർ ആയി? ചില വേർഡ്സുകളെ എന്താ പറയാ, അതിന്റെ മീനിങ്സ് വളരെ എളുപ്പമായിരിക്കും, പക്ഷെ ചിലപ്പോ കുറച്ച് വേർഡ്സുകൾ എന്താ വളച്ചൊടിച്ചെന്നിരിക്കുന്നതൊക്കെ നമ്മൾ പറയില്ലേ, നേരെയുള്ള സാധനത്തെ നമ്മൾ വളച്ചൊടിക്കാന്ന് പറയില്ലേ. ചില സെന്റൻസുകൾ അങ്ങനെയാണ്, പക്ഷെ നമ്മൾ അർത്ഥം മനസ്സിലാക്കി വായിച്ചാൽ അത് എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വെറുതെ നമ്മൾ ഈ ബൈ ഹാർട്ട് ഇങ്ങനെ വായിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ അർത്ഥം മനസ്സിലാവാതെ നമ്മൾ അത് പഠിച്ചുകൊണ്ട് കാര്യമില്ല. 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ അത് മറന്നു പോകുന്നുണ്ടെങ്കിൽ അല്ലെ. അപ്പൊ അത് മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് അത് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ് നോക്കാൻ പോകുന്നത്. പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ഓർ ഫ്ലോർ മാനേജറിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ. മെയിൻ ആയിട്ട് 6 കാര്യങ്ങളാണ് ജോബ് ഡിസ്ക്രിപ്ഷനിൽ പറയുന്നത്. ഡോക്ടർ എപ്പോഴും മനസ്സിലാക്കി പഠിക്കുന്നേ. ഫസ്റ്റ് എന്ന് പറയുന്നത് എൻഷുർ പ്രോപ്പർ ഡിസിപ്ലിൻ ഓഫ് സ്റ്റാഫ് ഇൻ വാർഡ്സ് ഓർ ഫ്ലോർസ്. അതായത് എന്താണ്, വാർഡുകളിലും അല്ലെങ്കിൽ ഓരോ ഫ്ലോറുകളിലും ജീവനക്കാരുടെ സ്റ്റാഫുകളുടെ ഒരു ഡിസിപ്ലിൻ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കണം. ഇനി ഡിസിപ്ലിനിൽ എന്തൊക്കെയാണ് പറയുന്നതാണ് ഡോട്ടിട്ട് പറഞ്ഞിരിക്കുന്നത്. പ്രോപ്പർ ഡിസിപ്ലിന്റെ ഭാഗത്ത് നിന്നും എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ചെക്ക് നോയ്സ് ലെവൽസ്. നോയ്സ് ലെവൽ ചെക്ക് ചെയ്യാണ്, അതായത് ശബ്ദനില ചെക്ക് ചെയ്യുന്നതാണ്. നമ്മൾ വാർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വാർഡിൽ മാത്രമല്ല നിശബ്ദത പാലിക്കുക കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവില്ലേ ചില ഏരിയകളിലൊക്കെ, കണ്ടിട്ടുണ്ടോ? ഇനി ഇങ്ങനെയൊക്കെ കുറച്ച് ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ കുറെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമ്മൾ പഠിക്കുന്നതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതെല്ലാം ശ്രദ്ധിക്കണം. നമ്മൾ പഠിക്കില്ലേ ഹോസ്പിറ്റലില്? അപ്പോ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാൻ ചെല്ലുമ്പോൾ ഓക്കെ. അപ്പൊ ചെക്ക് നോയ്സ് ലെവൽ, അവിടെ ഭയങ്കര വല്ല വോയിസ് ഉണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ വല്ല മെഷീൻസിന്റെ ഒക്കെ സൗണ്ട് ഉണ്ടാവും. ഇല്ല, നമ്മൾ പലപ്പോഴും ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആകുമ്പോൾ ചിലപ്പോൾ മെഷീൻസ് ഒക്കെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നത് ഭയങ്കര ഡിസ്റ്റർബ് സൗണ്ട് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ചെയ്യാറുണ്ടോ? മെഷീൻസുകളുടെ ജനറേറ്ററിന്റെ മറ്റു മെഷീൻസിന്റെ ഒക്കെ ഭയങ്കര ഡിസ്റ്റർബ്സ് ഒക്കെ ഉണ്ടാകും. സോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. Then ensures availability of doctors. ഡോക്ടേഴ്സ് ഒക്കെ അവൈലബിൾ ആണോ? ഡോക്ടേഴ്സ് ഒക്കെ എല്ലാവരും എത്തിയിട്ടുണ്ടോ, അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക.
ensure abrupt response to nursing calls. Ensures abrupt response to abrupt. And abrupt means abrupt. പെട്ടെന്ന് സഡൻലി അതിന് റെസ്പോൺസ് ചെയ്യാതെ നഴ്സിംഗ് കോഴ്സ് വരുമ്പോൾ നഴ്സസ്മാര് കോൾ ചെയ്യുമ്പോൾ അതിന് പെട്ടെന്ന് റെസ്പോൺസ് ചെയ്യാണ്. അബ്രപ്റ്റ് മീൻ പെട്ടെന്ന് എഴുതി വെക്കുക കേട്ടോ. സഡൻ എന്നുള്ളതിന് മീനിങ് തന്നെയാണ്. Then monitor staff behavior and attitudes. സ്റ്റാഫുകളുടെ ബിഹേവിയറും ആറ്റിറ്റ്യൂഡും മോണിറ്റർ ചെയ്യുക. പേഷ്യൻസിനോട് സ്റ്റാഫുകൾ നല്ല രീതിയിലാണോ പെരുമാറുന്നത് മോണിറ്റർ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഡിസിപ്ലിന്റെ ഭാഗത്ത് നിന്ന് അവർ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ. ഇതൊക്കെയാണ് ചെക്ക് നോയ്സ് ലെവൽ. മീൻസ് മറ്റു തടസ്സങ്ങളൊക്കെ ഉള്ളതൊക്കെ നോക്കുക. ദെൻ ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി നോക്കണം. അതോടൊപ്പം തന്നെ നഴ്സിംഗ് കോഴ്സിന് അബ്രപ്റ്റ് ആയിട്ട് റെസ്പോൺസ് ചെയ്യുക. മോണിറ്റർ സ്റ്റാഫ് ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ്. സ്റ്റാഫുകൾക്ക് പേഷ്യൻസിനോടുള്ള ബിഹേവിയറും ആറ്റിറ്റ്യൂഡും എങ്ങനെയാണെന്ന് മോണിറ്റർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഒന്നാമതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഡിസിപ്ലിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന കാര്യങ്ങളാണ് 4 പോയിന്റ്സ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണോ? ഡിസിപ്ലിൻ ഓക്കെ ആണോ? ഡിസിപ്ലിൻ. സെക്കൻഡ് വൺ പറയുന്നത് പെർഫോം ഡ്യൂട്ടീസ് റിലേറ്റഡ് ടു ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം. അതായത് നമ്മളിപ്പോ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം അറിയാലോ. എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. സോ ആ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ഡ്യൂട്ടി means sure that new admissions received in the system. പുതിയ അഡ്മിഷൻ, അതായത് ഫസ്റ്റ്ലി വരുന്ന പുതിയ അഡ്മിഷൻ ഒക്കെ എടുത്തിട്ടുണ്ട്, അത് നമ്മള് സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പൊ നമ്മൾ റിസപ്ഷനിൽ ചെല്ലുമ്പോൾ ഇപ്പോ നമ്മള് ഓൾറെഡി പോകുന്ന ഹോസ്പിറ്റലാണെങ്കിൽ നമ്മൾ ആ കാർഡ് വെച്ചിട്ടാണ് കാണിക്കുന്നത്. ഫസ്റ്റ് ടൈം വരുമ്പോൾ നമ്മൾ ആദ്യം പോയിട്ട് എന്ത് ചെയ്യണം? റിസപ്ഷനിൽ പോയിട്ട് നമ്മളുടെ ഡീറ്റെയിൽസ് അഡ്രസ് ഒക്കെ പറഞ്ഞുകൊണ്ട് സിസ്റ്റത്തിൽ നമ്മളുടെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ എൻട്രി ചെയ്യണം. സോ പുതിയ അഡ്മിഷൻ വന്നിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. Ensure that discharge are completed on time in system. അതുപോലെ തന്നെ അഡ്മിറ്റ് ആയി ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ ആ ഡിസ്ചാർജിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആ ടൈമും കാര്യങ്ങളൊക്കെ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഡിസ്ചാർജ് ചെയ്തത് അഡ്മിറ്റ് ചെയ്തത് എല്ലാം നമ്മൾ കമ്പ്യൂട്ടറിലാണല്ലോ ചെയ്യുന്നത്. ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ അതൊക്കെ ഡിസ്ചാർജിന്റെ ഡീറ്റെയിൽസ് മറ്റും രേഖപ്പെടുത്തിയിട്ടുണ്ടോ ചെക്ക് ചെയ്യുക. മൂന്നാമതായിട്ട് പറയുന്നത് റിസോൾവ് ഇഷ്യൂസ് റിലേറ്റഡ് ടു ബെഡ് മാനേജ്മെന്റ്. ബെഡ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കാണുക. എന്ത് ഈ ബെഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്? അത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. ഹോസ്പിറ്റലിലെ ബെഡ് മാനേജ്മെന്റ് ആയിട്ട് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമോ? നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴേ ചിലവർക്ക് റൂം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തതായിട്ട് വരും അല്ലേ? ചില തിരക്കേറിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ റൂമൊക്കെ ഫുൾ ആയിരിക്കും അല്ലേ? അങ്ങനെ റൂം കിട്ടാണ്ടാവുന്ന ചില ആളുകൾ നമ്മൾ വാർഡിലോട്ട് മാറും. അപ്പൊ അങ്ങനെ റൂം മീൻസ് നേരത്തെ ബുക്കിംഗ് എന്നൊക്കെ പറയും, ബുക്ക് ചെയ്യാന്ന് പറയും. ഇപ്പൊ ഒരാൾ പോകുമ്പോ ഈ വാർഡിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ട് റൂമിലേക്ക് അവർക്ക് റൂം വേണമെന്ന് പറയുമ്പോൾ നമ്മൾ റൂമിലേക്ക് മാറ്റും. അപ്പൊ അങ്ങനെയുള്ള ബെഡിന്റെ അവൈലബിലിറ്റിയും കാര്യങ്ങളും അതുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക? റിസോൾവ് ചെയ്യുക. ഓക്കെ, 3 കാര്യങ്ങളാണ് ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ബ്രാക്കറ്റില ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം അണ്ടർലൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം? ബ്രാക്കറ്റിൽ നിങ്ങൾ HIS എന്ന് എഴുതാം കേട്ടോ. HISന്റെ എക്സ്പാൻഡഡ് ഫോമാണ് ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം. ക്ലിയർ ആയോ? HIS എക്സാമിന് ചോദിക്കാറുണ്ട്. എക്സ്പാൻഡ് ഫോമുകൾ കാണുമ്പോൾ അത് മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ വരുന്ന 3 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്നാമത്തെ കാര്യം പുതിയ അഡ്മിഷൻ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്യുക. ദെൻ ഡിസ്ചാർജ് ഒക്കെ കംപ്ലീറ്റ് ആവുമ്പോൾ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ ബെഡ് മാനേജ്മെന്റ് പരമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെ റിസോൾവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ആണോ? 3 HIS ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ. ഒന്ന് ടീച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു ടൈം ഫസ്റ്റ് ക്ലാസ് ഒക്കെ കഴിഞ്ഞു, സെക്കൻഡ് ക്ലാസ് ആണ്, അവർക്കൊക്കെ ഇരിക്കണം എല്ലാവരും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടോ ഫോളോ ചെയ്യാൻ എന്തെങ്കിലും?
ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല, അവന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നിങ്ങളോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓക്കെ ആണെന്ന് ചോദിക്കുന്നത് ഒരാൾക്കെങ്കിലും മനസ്സിലാവാത്തതോ അല്ലെങ്കിൽ എന്താ പറയാ പെട്ടെന്ന് ഞാൻ പറയുന്നത് ഫോളോ ചെയ്യാൻ പറ്റാത്തതോ അങ്ങനെ ഉണ്ടെങ്കിൽ അതാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല. ഇതിന് മൂന്നാമതായിട്ട് പറയുന്നത് എൻഷുവർ പേഷ്യന്റ് കെയർ, പേഷ്യന്റിന്റെ പരിചരണവുമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന്. അഡ്രസ് പേഷ്യന്റ് പ്രോബ്ലം, പേഷ്യൻസിന്റെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുക. മീൻസ് പ്രശ്നങ്ങളെ, രോഗികളുടെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാന്ന് വെച്ചാൽ ആ പ്രശ്നം മനസ്സിലാക്കിയിട്ട് അതിനെ പരിഹരിച്ചു കൊടുക്കുന്നു. പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ഇൻ കേസ് ഓഫ് എനി എൻക്വയറീസ്, അതായത് അന്വേഷണങ്ങളുടെ വിവരങ്ങളൊക്കെ കൊടുക്കും. ഇപ്പൊ എന്തെങ്കിലും എൻക്വയറീസ് ഒക്കെ വരികയാണെങ്കിൽ പേഷ്യൻസിനെ സംബന്ധിച്ചിട്ടുള്ള എൻക്വയറീസ് ഉണ്ടെങ്കിൽ അതിനുള്ള വിവരങ്ങൾ കൊടുക്കുക. ചെക്കിംഗ് കംപ്ലീറ്റ്നെസ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഫയൽ, മെഡിക്കൽ റെക്കോർഡ് ഫയലുകൾ കൃത്യമായിട്ടും ഒരു പരിശോധിക്കണം. റെക്കോർഡ്സില് പേഷ്യൻസിന്റെ എല്ലാ ഡീറ്റെയിൽസും ഒക്കെ എഴുതിയിട്ടുണ്ടോ, എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് മറ്റും എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. കംപ്ലീറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക മെഡിക്കൽ റെക്കോർഡ്. ഓക്കെ, മൂന്ന് കാര്യങ്ങളാണ് പേഷ്യന്റ് കെയറിൽ വരുന്നത്. പേഷ്യന്റിന്റെ പ്രോബ്ലത്തെ അഡ്രസ് ചെയ്യുക, മനസ്സിലാക്കി അതിന് പരിഹാരം കാണുക. Then provide information in case of any inquiries. Inquiries വരുമ്പോൾ അതിന് എന്താണ് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. Then മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ മൂന്ന് ജോബ് ഡിസ്ക്രിപ്ഷനിലെ മൂന്ന് പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഡിസിപ്ലിന്റെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. Then ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തിന്റെ ഭാഗത്ത് എന്തൊക്കെയാണ്. Then patient കെയർ. ഇത് മൂന്നും ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, ഒരു പ്രാവശ്യം ഒന്ന് വായിക്കാം കേട്ടോ. മൂന്ന് പോയിന്റ്സ് വായിക്കാം, ബാക്കി 3 പോയിന്റ്സ് നെക്സ്റ്റ് പറയാം. പെട്ടെന്ന് വായിച്ചു നോക്കാം കേട്ടോ. വായിക്കുമ്പോ HIS എഴുതി വെക്കാം കേട്ടോ. എനിക്ക് ആരെങ്കിലും എഴുതാത്തതുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ഒരു 3 പോയിന്റ് കൂടിയുണ്ട്, അതും കൂടി നമുക്കൊന്ന് കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, 4ാമത്തെ പോയിന്റ് കോർഡിനേറ്റിംഗ് വാർഡ് യൂണിറ്റ് പെർഫോമൻസ്. ആ വാർഡിലെ എല്ലാ പെർഫോമൻസുകളിലും കോർഡിനേറ്റ് ചെയ്യുക. Then feedback to chairman or HOD in compliance with the quality standards, medical records audit and significant incidents. HOD എന്ന് പറഞ്ഞാൽ ആരാണ്? ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. ഫീഡ്ബാക്ക് അറിയിക്കാതെ HOD-യെയോ അല്ലെങ്കിൽ ചെയർമാനെയോ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇങ്ങനെ വിത്ത് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിന്റെ അടിസ്ഥാനത്തിലും മെഡിക്കൽ റെക്കോർഡ്സ് ഓഡിറ്റ്. ഇപ്പൊ ഓഡിറ്റ് ഒക്കെ നമ്മൾ നടത്തുമല്ലോ. സോ ഈ ഓഡിറ്റ് അതുപോലെ മറ്റ് ഇൻസിഡൻസ് എന്തെങ്കിലും ഇപ്പൊ വാർഡിൽ നടക്കുന്ന സംഭവങ്ങളോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയൊക്കെ ആണെങ്കിൽ അത് ചെയർമാനെയോ അല്ലെങ്കിൽ HOD-യോ വിവരം അറിയിക്കുക. അവിടെ നടക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ചെയർമാനെയോ HOD-യോ വിവരം അറിയിക്കുക. Then supervise the duties of ward secretaries on the respective floor, ensures that ward secretaries are placing doctors' visits beside procedure like beside echo, ECG, any. എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? ഒരു പ്രാവശ്യം കൂടെ വായിക്കാവേ. Supervise the duties of ward secretaries on the respective floor, ensure that വാർഡ് സെക്രട്ടറീസ്, അതായത് വാർഡ് സെക്രട്ടറിയുടെ, വാർഡിൽ ഒരു സെക്രട്ടറി ഉണ്ടാവുമല്ലോ, വാർഡ് സെക്രട്ടറിയുടെ ചുമതലകൾ മേൽനോട്ടം വഹിക്കുക. അതായത് ആ വാർഡിലെ വാർഡ് സെക്രട്ടറി അദ്ദേഹത്തിന്റെ ഡ്യൂട്ടികളൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് അദ്ദേഹത്തെ നോക്കാം. അദ്ദേഹത്തിന് ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട് സെക്രട്ടറിക്ക്, പക്ഷെ സെക്രട്ടറിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് വിലയിരുത്തുക.
Then ensure that ward secretaries are placing doctor's visit beside procedures like beside echo, ECG in. അതായത് ഇപ്പോ പേഷ്യന്റിന് എക്കോ, ECG തുടങ്ങിയ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ വാർഡ് സെക്രട്ടറി ഡോക്ടർമാരെ സന്ദർശിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണമെന്ന്. അതായത് റൗണ്ട്സിലേക്ക് വരുമല്ലോ ഡോക്ടർ, അപ്പോ ഡോക്ടറൊക്കെ വരുന്നുണ്ടോ, കൃത്യമായിട്ട് റൗണ്ട്സിലേക്ക് വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. മൂന്ന് പോയിന്റ് ഇവിടെ ഒന്ന് വായിക്കാമോ? ജോബ് ഡിസ്ക്രിപ്ഷൻ ഒരു പ്രാവശ്യം ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു നോക്കുക കേട്ടോ. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണോ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോ വായിച്ചതിലാണോ? ഇൻഫർമേഷൻ സിസ്റ്റത്തിലാണോ സെക്കൻഡ് പോയിന്റ് ഉദ്ദേശിച്ചത്? ഓക്കെ, അതായത് ഹോസ്പിറ്റൽ HIS വരുന്ന കാര്യങ്ങളാണ് മൂന്ന് പോയിന്റ് ആക്കി പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് മേക്ക് ഷുവർ ദാറ്റ് ന്യൂ പെർഫോമൻസ് ഡ്യൂട്ടീസ്. ഓക്കെ ശ്രദ്ധിക്കുക കേട്ടോ. മേക്ക് ഷുവർ ദാറ്റ് ന്യൂ അഡ്മിഷൻസ് റിസീവ്ഡ് ഇൻ ദ സിസ്റ്റം. പുതിയ അഡ്മിഷൻ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സിസ്റ്റത്തില് എന്താണ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ensures that discharge are completed on the time in system. ഇപ്പോ ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോഴും ഈ ഡിസ്ചാർജിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ വെച്ചിട്ട് അല്ലെങ്കിൽ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. റിസോൾവ് ഇഷ്യൂസ് റിലേറ്റഡ് ടു ബെഡ് മാനേജ്മെന്റ്. ബെഡ് മാനേജ്മെന്റുമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് റിസോൾവ് ചെയ്യുക. ക്ലിയർ ആയോ? ഒന്ന് മനസ്സിലാക്കി വായിച്ചാൽ അത് എളുപ്പമാണ് കേട്ടോ. നമ്മൾ പെട്ടെന്ന് ഒറ്റയടിക്കില്ലേ വായിച്ചു പോകുമ്പോൾ നമുക്കത് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ പഠിച്ചു തരുന്നതേ ഉള്ളൂ, കുഴപ്പമില്ല. ഇപ്പൊ ഫസ്റ്റ് മോഡ്യൂളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആവാറായെന്ന് തോന്നുന്നു അല്ലെ? ഫസ്റ്റ് മോഡ്യൂൾ കംപ്ലീറ്റ് ആവാറായില്ലേ ഏകദേശം? കഴിഞ്ഞോ? സെക്കൻഡ് മോഡ്യൂളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും അല്ലെ? ഓക്കെ, ഇനി നിങ്ങൾ നമ്മളുടെ ട്രാക്കിലോട്ട് എത്തിക്കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ല. ഇനി വളരെ സിമ്പിൾ ആയിട്ട് പോകാം. വളരെ നന്നായിട്ടല്ല ടീച്ചേഴ്സ് ഒക്കെ ക്ലാസ് നിങ്ങൾക്ക് എടുക്കുന്നത്. പുതിയതായിട്ട് പുതിയതായിട്ട് നമ്മളുടെ ക്ലാസ് 2 ദിവസം ആയിട്ടുള്ള തുടങ്ങിയിട്ട് ദെൻ നിങ്ങളും എന്റെ ഒരു പോയിലോട്ട് എത്തും അല്ലേ? വായിച്ചു നോക്കുക കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് പേഷ്യന്റ് കെയറുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ്. അതിനകത്ത് പറയുന്നത് അഡ്രസ് പേഷ്യന്റ് പ്രോബ്ലം. പേഷ്യൻസിന്റെ പ്രോബ്ലം മനസ്സിലാക്കുക, അതിന് പരിഹാരം കൊടുക്കുക. Then information case of any inquiries. അന്വേഷണങ്ങളൊക്കെ വരുമ്പോൾ അതിനോട് ഇൻഫോർമേഷൻസ് കൊടുക്കുക. ചെക്കിംഗ് കംപ്ലീറ്റ്നെസ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഫയൽ. മെഡിക്കൽ റെക്കോർഡ് ഒക്കെ കൃത്യമായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, കംപ്ലീറ്റ് ആണോ ചെക്ക് ചെയ്യുക. നാലാമതായിട്ട് പറയുന്നത് കോർഡിനേറ്റിംഗ് വാർഡ് യൂണിറ്റ് പെർഫോമൻസ്. വാർഡിലെ എല്ലാ പെർഫോമൻസുകളെയും കോർഡിനേറ്റ് ചെയ്യുക, പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യുക. ഫീഡ്ബാക്ക് ടു chairman or HOD in compliance with the quality standards. Medical records audit and significant incidents. So, hospital വാർഡിനുള്ളിൽ എന്തെങ്കിലും സിഗ്നിഫിക്കന്റ് ഇൻസിഡൻസ് സംഭവിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ റെക്കോർഡ്സ് ഒക്കെ ഓഡിറ്റ് ഒക്കെ ചെയ്യുമ്പോഴും മറ്റും ചെയർമാനെയോ അല്ലെങ്കിൽ HOD-യോ വിവരം അറിയിക്കുക, ഫീഡ്ബാക്ക് കൊടുക്കുകയാണ്. ലാസ്റ്റ് വൺ പറയുന്നത് സൂപ്പർവൈസ് ഡ്യൂട്ടീസ് ഓഫ് വാർഡ് സെക്രട്ടറി. വാർഡ് സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടികൾ ചെയ്യുന്നുണ്ടോ എന്ന് അദ്ദേഹത്തിന് ഒന്ന് സൂപ്പർവിഷൻ ചെയ്യണം. അതോടൊപ്പം തന്നെ ECG-യും ECG എക്കോ പോലുള്ള പ്രൊസീജിയേഴ്സിനെ പോലെ ഡോക്ടേഴ്സ് കൃത്യമായിട്ട് വിസിറ്റ് ഒക്കെ നടത്തുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ക്ലിയർ ആയോ? ഇനി 1-2 പ്രാവശ്യം നിങ്ങൾ വായിക്കണം കേട്ടോ. ഒരു പ്രാവശ്യം വായിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. സോ ഒരു 3 പ്രാവശ്യമെങ്കിലും കൃത്യമായിട്ട് മനസ്സിലാക്കി ഓരോ പോയിന്റ് മനസ്സിലാക്കി വായിക്കാം. ഓക്കെ, ഇപ്പൊ ജോബ് ഡിസ്ക്രിപ്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് അടുത്തൊരു പേഴ്സണെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, പേഷ്യന്റ് റിലേഷൻ ഓഫീസർ. നമുക്കിത് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? കാരണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ നെക്സ്റ്റ് പുതിയൊരു ദിവസം നമുക്ക് അടുത്ത ദിവസം അത് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് വളരെ കുറച്ച് ഭാഗം എടുത്തിട്ടുള്ളൂ. എടുത്ത അത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും?
ഓക്കെ ആണോ? റെസ്പോൺസ് ഒന്നും ചെയ്യാട്ടോ എല്ലാവരും. എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം. ഓക്കെ ആണോ? ഫസ്റ്റ് 1-2 ക്ലാസ് ആയിട്ടുള്ളൂ നമ്മള്. ഓക്കെ, അപ്പൊ എടുത്തത്രയും ഭംഗിയായിട്ട് പഠിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ അതുവരെ ഒന്ന് വായിക്കാം, മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, miss. Thank you, ma'am. Okay.